ഒരു ഒഴിവ് ദിവസം കിട്ടിയാൽ വീട്ടിലിരിക്കണ പരിപാടിയില്ല. വെളുപ്പിന് തന്നെ എണീറ്റ് എവിടേക്കെങ്കിലും പോവും. ഇന്നങ്ങനെ വന്നു പെട്ടത് ഇല്ലിക്കൽ കല്ല് റൂട്ടിലായിരുന്നു. ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇല്ലിക്കൽ കല്ലൊന്ന് എക്സ്പ്ലോർ ചെയ്ത് പോകുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ നേരെ അവിടേക്ക് വിട്ടു. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ്. നമ്മുടെ വണ്ടികൾക്ക് ഇവിടെ വരെ മാത്രമേ പ്രവേശനമുള്ളൂ. ഇനി അങ്ങോട്ട് ജീപ്പിൽ പോകണം, അല്ലെങ്കിൽ നടന്നു കയറാം. എല്ലാത്തിനും സെപ്പറേറ്റ് ചാർജസ് ഉണ്ട്. അങ്ങനെ എൻട്രൻസ് ഫീയും പാർക്കിംഗ് ഫീയും ഷെയർ ജീപ്പിൻ്റെ പേയ്മെൻറ്റും കൊടുത്ത് ഞാൻ ജീപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ജീപ്പ് വന്നു. ജീപ്പിൽ കയറി നേരെ മുകളിലേക്ക് പോകുന്ന വഴി ഒരുപാട് പേര് നടന്നു പോകുന്നത് കണ്ടു. കാലിന് ചെറിയ ഇഞ്ചുറി ഉള്ളതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല. കാരണം ജീപ്പിന് മുകളിലെത്തിയാലും അവിടെ നിന്ന് വീണ്ടും നടക്കാനുണ്ട്. അങ്ങനെ പതുക്കെ നടന്ന് ഞാൻ മുകളിലേക്ക് എത്തി. കോട്ടയം ജില്ലയുടെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. പണ്ടിത് ഓപ്പൺ സ്പേസ് ആയിരുന്നു. ആ കാണുന്ന മലയിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റുമായിരുന്നു. ഒരു വീതി കുറഞ്ഞ വഴിയാണത്. നരകപാലം എന്നാണ് ആ വഴി അറിയപ്പെടുന്നത്. അപകട സാധ്യത കൂടുതലുള്ളതിനാൽ ഇന്നത് കൈവേലി കെട്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ അപ്പുറത്തെ മലയിൽ കുറച്ച് പേര് നിൽക്കുന്നത് കണ്ടു. അവിടേക്ക് എങ്ങനെ എത്താമെന്നായി എൻ്റെ ചിന്ത. കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ താഴേക്ക് ഇറങ്ങി. ഞാൻ ഇറങ്ങുമ്പോൾ കോട കയറി തുടങ്ങുന്നുണ്ടായിരുന്നു. പിന്നീടാണ് ഞാൻ അറിഞ്ഞത് മഞ്ഞു മൂടിയ മലകളാണ് ഇല്ലിക്കൽ കല്ലിൻ്റെ യഥാർത്ഥ സൗന്ദര്യമെന്ന്. എന്തായാലും ആ ഒരു വിഷ്വൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നീലക്കൊടുവേലിയുടെ ദുരൂഹതകൾ നിറഞ്ഞ ഈ മലയിലേക്ക് ഞാൻ തിരിച്ചു വരും.